അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഇന്നലെ ഞാൻ നിങ്ങളോട് കമൻ്റായിട്ട് അറിയിക്കാൻ പറഞ്ഞിട്ട് ഒരുവിധം എല്ലാവരും കമൻ്റായിട്ട് അറിയിച്ചതിൽ അൽഹംദുലില്ലാ. കാരണം നമ്മുടെ കമൻറ്റ് കണ്ടിട്ട് ആർക്കെങ്കിലും നേരത്തെ എണീക്കാൻ തോന്നിയാൽ അവർ നേരത്തെ എണീച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം നമ്മൾക്കും കിട്ടും. അൽഹംദുലില്ലാ. ഞാനും ആദ്യം നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ നേരത്തെ എണീക്കും. അള്ളാഹുവിനോട് എൻ്റെ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബഹിയോടടുത്തുള്ള സമയമുണ്ടല്ലോ, നമ്മൾ തഹജ്ജുദിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുക തന്നെ ചെയ്യും. ഇനി നമ്മളെ കാര്യങ്ങൾക്ക് അപ്പം തന്നെ അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് വേറൊരു രീതിയിൽ വേറൊരു മാർഗത്തിലൂടെ നമുക്കത് ശരിയാക്കി തരും. ഞാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാതെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളേക്കാരം നമ്മളിലേക്ക് എത്തുക. നമ്മൾ കൊളർക്കാതെ എന്നൊക്കെ പറയൂലേ, അങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടുന്ന സന്തോഷങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂലല്ലേ. നമ്മൾ കിട്ടില്ലെന്ന് കരുതി എഴുതി തള്ളപ്പെട്ട ആഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ പടച്ചോൻ നമുക്ക് തരുക തന്നെ ചെയ്യും. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ച് കൊണ്ടേയിരിക്കുക എപ്പോഴും. അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കാതെ അള്ളാഹുവിൽ നമ്മളെല്ലാ കാര്യങ്ങളും അർപ്പിക്കുക. ഇനി നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലേ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. നമ്മുടെ ദുആക്കൊക്കെ പ്രാർത്ഥനക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ദിവസമാണ്. ഇനി ആർക്കായാലും ഏത് വിഭാഗം ആൾക്കാർക്കാണെങ്കിലും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ള ഒരു ദിവസമാണല്ലേ. നീ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായും അതിന് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് പറഞ്ഞല്ലേ. അപ്പോൾ ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസം, അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. അതുപോലെ നമ്മുടെ പാപമോചനത്തിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നമ്മളെ പണികളൊക്കെ നേരത്തെ ഒരുക്കിക്കാണ്ട് നമ്മൾ ഓരോ ഇബാദത്തിലായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ ഖുതുബ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ജുമസ്കാരവും ഇതൊക്കെ അവർക്ക് അതിൻ്റെ എല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ നമുക്കും ആ പ്രതിഫലം കിട്ടും. പക്ഷെ നമ്മൾ വെള്ളിയാഴ്ച ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താണ്ടല്ലോ നമുക്ക് നല്ല മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരും. കാരണം നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ നേരത്തെ പള്ളിയിലേക്കൊക്കെ പോകുമല്ലോ. അപ്പം നമ്മൾ ഓരോ പണികളിലും അങ്ങനെയൊക്കെ ഇരിക്കുന്നതിന് പകരം നമ്മളും ആ സമയമാകുമ്പോൾ കുളിച്ച് വൃത്തിയായി സെൻറ്റൊക്കെ പൂശി നമ്മളെ നിസ്കാരക്കുപ്പായത്തിലിട്ടോ സെൻറ്റൊക്കെ പൂശി ബാങ്കിനൊക്കെ പ്രതീക്ഷിച്ചിരുന്ന് കുറേ ദിക്റുകളും സ്വലാത്തുകളും നമ്മളെ കൊണ്ട് എന്തൊക്കെ കഴിയും, അള്ളാഹുവിൻ്റെ ദിക്റുകളും സ്വലാത്തുകളും നമുക്ക് എന്തൊക്കെ അള്ളാഹുവിനെ നൽകാൻ കഴിയും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, അത്രയും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തിയാക്കി തരും. അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റേ വെള്ളിയാഴ്ച വരെ, അതായത് അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ സകല ചെറുപാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. നമ്മൾ പാപങ്ങളൊക്കെ പൊറുക്കാനൊക്കെ കാരണമാകും അങ്ങനെയൊക്കെ ചെയ്താൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയണത്. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അത് വെറുതെയാവില്ല, അതിന് എന്തായാലും ഉത്തരമുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സ്വർഗത്തിൽ സന്തോഷ ദിനം, സ്വർഗത്തിൽ വെള്ളിയാഴ്ച കൂടുതൽ നിമിഷങ്ങൾ അനുഗ്രഹം ലഭിക്കുന്ന സമയവും വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇത്രയും വെള്ളിയാഴ്ചക്ക് മഹത്വങ്ങളുണ്ട്. ഇനി വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ല കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലേക്കും സ്ത്രീകളാണെങ്കിൽ വീട്ടിലും ഇരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നമുക്ക് എന്തൊക്കെ അമല് ചെയ്യാൻ കഴിയും, നമുക്ക് ചെയ്യാൻ കഴിയുന്ന അമല് നമ്മൾ ചെയ്യുന്നതുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അല്ലാതെ കുറേ നമ്മൾ എടുക്കുന്നത് കൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന അമലുകൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാം. അത് ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിൽ നമ്മൾ എന്തമല് ചെയ്താലും അതിനൊക്കെ ഒരു നിയ്യത്ത് വെക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ചാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഒക്കെ ശരിയാവും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ നിയ്യത്ത് വെക്കണം. അത് വളരെയധികം നിർബന്ധം, വളരെയധികം എന്താ പറയുക, ഒരു പ്രതിഫലം നിറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്നത് നമ്മൾ സ്വതക്കെ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിലൊക്കെ ഇപ്പോൾ കുറേ പല തരത്തിലുള്ള പിരിവാരം വരും. പക്ഷേ നമ്മളെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ₹1 നമ്മൾ കൊടുത്താൽ അതിന് മഹത്വമുണ്ട്. പക്ഷേ ഇപ്പോൾ പിരിവാർക്കൊന്നും 10ഉം 20ഒന്നും പറ്റൂല. 50ഉം 100ഒക്കെ ചോദിക്കാം. എന്നാൽ നമ്മളാൽ കഴിയുന്നത് നല്ല ഇതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക. ആരും നമ്മൾ വെറുതെ ആക്കരുത്. അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന നമ്മൾ എന്തെല്ലാം പൈസ നമ്മൾ ചിലവാക്കി കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സ്വതക്ക കൊടുക്കുക. നല്ല രീതി, നല്ല നീയത്ത് വെച്ചിട്ട് ആ നീയത്ത് വെക്കുമ്പോൾ നമ്മൾ എഴുതാം, അല്ലാഹു എന്നെ പ്രയാസപ്പെടുത്തല്ലേ, എന്നെ ബുദ്ധിമുട്ടിലാക്കല്ലേ, എന്നെ ഇടങ്ങേറിലാക്കല്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നിറവേറ്റി തരണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് നീയത്ത് ചെയ്യുക. അങ്ങനെ ചെയ്ത് നമ്മൾ സ്വതക്ക കൊടുത്താലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള അത് കാരണമാകും. അപ്പോൾ വെള്ളിയാഴ്ച മുത്തുനബിക്ക് ഒരുപാട് നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെയൊക്കെ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോഴൊക്കെ സ്വലാത്തിൻ്റെ ലിങ്ക് യൂട്യൂബിലാണ് ഓണാക്കിയാൽ മതി. അങ്ങനെ നമുക്കൊപ്പം സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക, ഒരു എണ്ണം കണക്കാക്കുകയും ചെയ്യും. നമ്മളൊരു എണ്ണം കണക്കാക്കുക. ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറാൻ 4444 സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലുകയാണ്. എൻ്റെ ആഗ്രഹം പൂവണിയണം, എൻ്റെ ഇടങ്ങേറ് ഒഴിവാകണം, എൻ്റെ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടണം, എൻ്റെ പ്രയാസങ്ങൾ അകലണം. അങ്ങനെയൊക്കെ നമ്മൾ നീയത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ നിറവേറും. അല്ലെങ്കിൽ അതിനൊരു പരിഹാര മാർഗം നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മനസ്സിന് സമാധാനവും ശാന്തിയും നമ്മൾ സ്വലാത്തിനെ കൂടുതൽ വർദ്ധിപ്പിച്ച് നോക്കി. ആ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാകും. അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ, ചെയ്യാതെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടത് കൊണ്ടോ കണ്ടത് കൊണ്ടോ നമുക്ക് ഒന്നും നേടാനില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം, സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ എല്ലാ 5 വക്ത് നിസ്കാര ശേഷവും 40 പ്രാവശ്യം അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ അത് ഓതിയാൽ മഹത്തുക്കളും പണ്ഡിത മഹത്തുക്കളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതാണ്. പക്ഷെ നമ്മൾ ഈ കടം കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്നവർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴുള്ളൂ നമുക്ക് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൂറത്തു കഹ്ഫ് സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ സൂറത്ത് കാരണം നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഒരു കാരണമാവും. പാപങ്ങൾ പൊറുക്കുന്ന ഒരു സൂറത്താണല്ലേ വെള്ളിയാഴ്ച സൂറത്തു കഹ്ഫ് ഓതിയാലും അതിന് വളരെയധികം
വളരെയധികം മഹത്വങ്ങളുണ്ട് അല്ലേ. അതിൻ്റെ പ്രകാശവും അനുഗ്രഹവും കൊണ്ടുവരും സൂറത്ത് കഹ്ഫ് ഓതിയാൽ. നമ്മുടെ മുറാദൊക്കെ പൂർത്തിയാകുന്നതിൽ വലിയ സഹായകമാണ് സൂറത്ത് കഹ്ഫ്. നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ ഓതുമ്പോഴൊക്കെ നമ്മൾ നിയ്യത്ത് ചെയ്യാം. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂവണിയണം എന്നുള്ള നിയ്യത്ത് മാത്രം വെക്കുക. എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഈ ബദരീങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതുകയാണെങ്കിൽ തന്നെ ബദരീങ്ങളുടെ മുൻനിർത്തിയിട്ട് എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവേ നീ പെട്ടെന്ന് ഈ ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ഫളിൽ കൊണ്ട് നീ പെട്ടെന്ന് പൂർത്തിയാക്കി തരുന്ന നിയ്യത്ത് വെക്കുക. എല്ലാത്തിലും നിയ്യത്ത് വെച്ച് വെക്കുകയാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് തന്നെ ആസ്വദിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവ് നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.